ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നരമോളെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. പോക്ക് ഫുഡ് കൊടുക്കുകയാണ്. 6 മാസം കഴിഞ്ഞു. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആരാണ് അലമോളെ കാട്ടിയത്? രാവിലെ തന്നെ ഉറങ്ങി നീച്ച. അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നവരയാണ് കേട്ടോ കൊടുക്കണത്. അപ്പം നവരൻ്റെ പൊടി പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഏതായാലും അരിയാണ് വാങ്ങിയത്. അരി വാങ്ങിയിട്ട് നല്ലോണം കേക്ക് ഉണക്കി ഇവിടുന്ന് ഇങ്ങനെ പൊടിച്ച് പനക്കൽക്കണ്ട് വാങ്ങി വെച്ചിരുന്നു. അപ്പം അങ്ങനെ കൊടുക്കാൻ വിചാരിച്ച്. പിന്നെ പലരും പലതൊക്കെ കൊടുക്കലൊന്നുമില്ല. ഈ ഭാഗത്തേക്ക് ഇങ്ങനെയൊന്നുമല്ല, ഈ ഭാഗത്തേക്കും പലതും കൊടുക്കലുണ്ട് കേട്ടോ. കുന്നവായ്ക്കൻ്റെ പൊടി അങ്ങനെയൊക്കെ പറയലുണ്ട്. അപ്പം നമ്മളേതായാലും നവരയാണ് കൊടുക്കാൻ വിചാരിച്ച്. അപ്പം എന്തായാലും പൊടി വാങ്ങാതെ ഞങ്ങൾ ഇത് ഉണക്കിയത് തന്നെയാണ്. നമ്മൾ അരി ഇതാക്കണതുകൊണ്ട് കുറച്ചൊരു തരി തരി പോലെ ഉണ്ടാവും കേട്ടോ. നമ്മൾ പൊടി വാങ്ങിയതല്ലേ, അപ്പോൾ അതൊന്ന് അരിച്ചെടുക്കണം. എല്ലാവർക്കും അറിയണമായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതാക്കുന്നുണ്ട് അങ്ങനെ പറയുമെന്നുള്ളൂ. അപ്പോൾ ഇതാ ആ പൊടിക്ക് കുറച്ച് ഫ്ലാസ്കിൽ നിന്ന് നല്ല ചൂടുവെള്ളം പറഞ്ഞതാട്ടോ. പിന്നെ കരണ്ടടുപ്പിൽ വെച്ച് നമ്മളിങ്ങനെ എടുക്കും. നമ്മളിങ്ങനെ നമ്മളുണ്ടാക്കുന്ന രീതി കേട്ടോ. മറ്റേ ചിലവിലിങ്ങനെ ഒന്നും ആയിരിക്കില്ല. പനക്കൽ കണ്ടിടുന്നുണ്ട്. ഇന്ത്യയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടോ. നല്ലോണം വെട്ടി കൊടുക്കണം. കൈ വെക്കുന്നുണ്ട്. നമുക്ക് കൊടുക്കുമ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. ചൂട് ആക്കി എടുക്കും കേട്ടോ. അങ്ങനെ അവളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ തിന്നാനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കഴിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഉറക്കം വന്നാണ്. അതിൻ്റെ ഒരു കണ്ണിൽ കാണുന്നുണ്ട്. എന്താ വിസ്മയൊക്കെ ചൊല്ലിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോ എടുക്കണതിനോട് അങ്ങോട്ടും ഫസ്റ്റും ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അതൊന്നും ഇതിൽ കാണൂല. പിന്നെ ഉറക്കം വന്നാലും ഒക്കെ ഒരു കരച്ചില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഉറക്കം വന്നതിൽ ഇങ്ങനെ കരഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ കൊണ്ടിടുന്നില്ല. അപ്പോൾ അതിനത് കുറച്ചൊരു വെള്ളം പോലെ ആയിപ്പോയി. ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ലേശൊരു വെള്ളം പോലെ ആവുമല്ലോ. പിന്നെ നമ്മൾ ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുത്തിട്ട് ചൂടൊക്കെ ആറ്റിയിട്ട് തന്നെ കേട്ടോ കൊടുത്തത്. അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാണുകയാണ്. പിന്നെ കാലുമ്മൽ കടത്തി കൊടുക്കാനൊന്നും അവൾ അയക്കണില്ല കേട്ടോ. അതൊക്കെ അവൾ കരിയാണ് കടത്തുമ്പോത്തിന്. അല്ലെങ്കിൽ തല ഇങ്ങനെ പൊന്തിച്ചേണ്ടി വരും. ഇങ്ങനെ ഇരുത്തി കൊടുക്കണതാകുമ്പോക്കും കംഫർട്ട് ആകാതെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലോണം കഴിക്കുന്നുണ്ട്. അതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. അങ്ങനത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ടോ നല്ല ഉറക്കം വന്നു. അതെല്ലാം കഴിഞ്ഞോളം ഉറങ്ങി. ഇപ്പം നഖം കുറച്ച് അതിനെ പുറങ്ങുമ്പോൾ വെട്ടി കൊടുക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ കയ്യും ഇതൊക്കെ നഖമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക വിചാരിച്ച് നഖം ഒന്ന് വെട്ടി കൊടുക്കാണ്ട്.
അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞോളം ഉറങ്ങി. അപ്പൊ ഇന്നല്ല ഫസ്റ്റ് ആയിട്ട് കൊടുക്കണത്, ഇന്നലെ ആയിരുന്നു കൊടുത്തത്. ഇപ്പൊ ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെന്താ, അപ്പൊ നിങ്ങളൊക്കെ എന്തൊക്കെ കൊടുത്തീനുള്ളതൊക്കെ ഒന്ന് കമന്റിൽ പറയണ്ടേ. നമ്മൾ നവരയാണ് കൊടുത്തത്. പിന്നെ എന്താ കുന്നവായക്കൊക്കെ തോന്നുന്നുണ്ട് അധികം പേരും കൊടുക്കുക. അപ്പൊ നമുക്കതൊന്നും കിട്ടാത്തതുകൊണ്ട് എന്തായാലും നമ്മൾ നവരെ കൊടുത്തത് തന്നെ. പിന്നെ എന്താ വെച്ചാൽ പർച്ചേസിങ്ങിന്റെ വീഡിയോയിൽ കാണുന്നുണ്ട് ഇത്ര പാത്രങ്ങൾ ആവശ്യം. അപ്പൊ അത്ര പാത്രങ്ങളും നമ്മൾ വാങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എന്താ ഒരു ഫ്രൈ പാന്, പിന്നെ ചെറിയ നമുക്ക് അന്ന് കൂടുമ്പം തന്നെ എന്തെങ്കിലുമൊക്കെ വെക്കണം. കാരണം നമ്മളെ വീട്ടിലത്തെ ഇപ്പം നിൽക്കുന്ന വീട്ടിലത്തെ പാത്രങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയൂലേ. കാരണം നമുക്കത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത്രക്കും പഴയതായതാ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ജസ്റ്റ് അത് എടുത്തിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ സ്വാമിക കഴിഞ്ഞ് ഗിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതി. അപ്പം അത്യാവശ്യത്തിന് നമുക്ക് ആവശ്യമില്ല, അതായത് ഒരു ചായപാത്രം അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ പല പല സ്ഥലത്തു നിന്ന് എടുത്തുകൊണ്ട് എന്താ വീഡിയോ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും വരും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഉണ്ടാവും, നമ്മൾ കുറ്റം പറയല്ലോ കേട്ടോ. നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ വീഡിയോ എന്താ എടുക്കുന്നുണ്ട്, പിന്നെ അടുത്ത വീഡിയോ വരുമ്പോ അവിടെ നിന്നൊക്കെ നമ്മൾ ചിലപ്പോ 1-2 അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടി പോയി അടുക്കളയിൽ പൂവാട്ട് പറമ്പിലെ കല്ലേരി എന്ന സ്ഥലത്ത് നിന്റെ അമ്മന്റെ ഏട്ടത്തിന്റെ മോൻ്റെ എൻ്റെ ആങ്ങളുടെ കട തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്തപ്പോൾ അവിടുന്ന് വലിയ ചെമ്പട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാ അതൊക്കെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കണ്ടപ്പം ചെമ്പട്ടികളൊക്കെ വാങ്ങും തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു പത്തിരിപ്പൊടി അരി കഴുകണമെങ്കിൽ അതിനൊക്കെ വലിയ വലിയ ചെമ്പട്ടികൾ ആവശ്യമാണ്. പിന്നെ ഇപ്പം ഫുഡൊക്കെ നമ്മൾ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ വെക്കൊന്നുമില്ല, പുറത്തുനിന്ന് തന്നെ ആയിരിക്കും വാങ്ങുക. അപ്പോൾ അതൊക്കെ വാങ്ങി കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ചോറ് തട്ടി വെക്കണം, ഒക്കെ വലിയൊരു പരിപാടി ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ ഒരു ആവശ്യം ഉണ്ടാവും. അത് വിചാരിച്ചിട്ട് വാങ്ങി വെച്ചാണ്. പിന്നെന്താ വെച്ചാൽ അങ്ങനെ കുറച്ച്, പിന്നെ ബാത്റൂം ബ്രഷുകൾ, പിന്നെ നമുക്ക് പൊടി ഇതൊക്കെ ഇട്ടേക്കാനുള്ള വലിയ വലിയ അളക്കുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊന്നും നമുക്ക് അങ്ങനെ എന്തായാലും എല്ലാവരും വാങ്ങി വെക്കുമല്ലോ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ മോപ്പ്, ചൂല്, അങ്ങനെയൊക്കെ. പിന്നെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും നമ്മൾ ഇവിടെ നിന്ന് എടുക്കണില്ല വിചാരിച്ചാണത്. നമ്മൾ നമ്മൾ അവിടെ നിന്ന് എടുത്താൽ, കാരണം ഇവിടെ നിന്ന് അത്രയും കൊണ്ടുപോകേണ്ടത്. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കാറിൻ്റെ അടുക്കിലോ അല്ലെങ്കിൽ ചെറിയൊരു വണ്ടിയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കണം. ഫ്രിഡ്ജും എന്തായാലും അവിടെ നിന്ന് എടുക്കാൻ വിചാരിച്ച്. പിന്നെ പൈസ തന്നാൽ മതിയല്ലോ ഇവിടുന്ന്, നമുക്ക് ഇഷ്ടമില്ല അങ്ങനെ നോക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ അഹങ്കാരം കൂടുതലാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമോ? നമ്മളിങ്ങനെ, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആ സത്യം പറഞ്ഞാൽ ആ വീട് കാണുമ്പോൾ ഭയങ്കര നമുക്ക് എന്തായാലും സന്തോഷം ഉണ്ടാവും. പുതിയൊരു വീട് ഇനി എത്ര ചെറുതോ എത്ര വലുതോ ആയിക്കോട്ടെ, നമ്മളതായിട്ട് നമ്മളുണ്ടാക്കി ഒരു പുതിയൊരു വീട് ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്ക് സന്തോഷം ഉണ്ടാവും. അതിൻ്റെ ഒരു ഹാപ്പിനെസ് മുഖത്തുണ്ടാവും. പുതിയ വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇതും കാണുമ്പോൾ എനിക്ക് അഹങ്കാരം കൂടുകയാണ് തോന്നുന്നതാണ്. എനിക്ക് അഹങ്കാരം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പിന്നെ ഇപ്പം എന്തായാലും നമുക്ക് ഉണ്ടാവും ആ ഒരു ചിലപ്പോൾ ആ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ തന്നെ കമന്റ് ഒക്കെ നോക്കുമ്പോഴാണ് എന്തൊക്കെ ഞാൻ നിങ്ങളെ കമന്റ്സ് ചിലപ്പോൾ കാണുമ്പോൾ നമ്മൾ ആ ടൈമിൽ ഇങ്ങനെ പറഞ്ഞൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ആ വീഡിയോ പോയി നോക്കും. അപ്പോൾ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്നുള്ളത് അറിയുന്നത്. അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ, അപ്പോൾ കുറച്ച് പാത്രങ്ങൾ തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളൂ, കുറേ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ അളക്കുകളും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, അത്യാവശ്യം സാധനങ്ങളുണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ, കുറേ ഒന്നുമില്ല. പിന്നെ ഇപ്പോൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ അളക്കുകളും കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, അത്യാവശ്യം സാധനങ്ങളുണ്ട്. പിന്നെ ചെയർ വാങ്ങിയിട്ടുണ്ട്, സ്റ്റൂള് ഒക്കെ പിന്നെ അയക്കേന്ന് അന്ന് വാങ്ങിയത്. അങ്ങനെ അമ്മക്ക് അത്യാവശ്യം തോന്നുന്നപ്പോൾ എന്തായാലും ഒരു പുതിയ വീടെടുക്കുമ്പോൾ അത്യാവശ്യം സാധനങ്ങൾ വേണം. പിന്നെ ഇൻഷാല്ലാ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളു. ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. മനുഷ്യന്മാരല്ലേ, നമുക്ക് തെറ്റ് പറ്റില്ല. ആരും ഇപ്പോൾ 100% പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ലല്ലോ. ഇപ്പം എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ സംസാരം ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോഴത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഇനിയും നല്ല നല്ല വ്ളോഗ്സും വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരും. പിന്നെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, കാരണം പണികൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്താൽ ആ ഒരു ടൈമിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പണിയാവും വിചാരിച്ചിട്ടാണ്. അപ്പം ഇൻഷാല്ലാ ഈ മാസം ലാസ്റ്റ് ആയതുകൊണ്ടോ അടുത്ത മാസം ഫസ്റ്റ് ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം അത് ആവതാക്കട്ടെ, നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടെ ദീർഘായുസിനെ നീട്ടിയിട്ടെ.
അത്രയും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. നമ്മൾ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.